ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ? എന്നാ വായോ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇതാ ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അപ്പമൊക്കെ വെച്ചിടുന്ന ഇരുമ്പിച്ചട്ടിയാണ്. അതിനകത്താണ് ഇന്ന് ഞാൻ ഇതെല്ലാം വഴട്ടിയെടുക്കുന്നത് കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കേ. ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ചെറുതായത് കാരണമാണ്. വലുതാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. വളരെ ചെറിയ വെളുത്തുള്ളിയാണ്. ഇനി ഇതൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളിയുടെ ആ ചവയൊക്കെ ഒന്ന് മാറാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടിട്ട് വഴറ്റിയൊന്നും ചെയ്യണ്ട. ബാക്കി എല്ലാം കൂടെ വഴറ്റുമ്പം അതും കൂടെ ആയിക്കോളുവേ. ഇനി ഇതിനകത്ത് ദാണ്ട് നമ്മൾ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുമന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, സവാള ചേർക്കരുത്. ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചുമന്നുള്ളി തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണേ. ഈ ഇരുമ്പിച്ചട്ടിക്ക് നല്ല ചൂടാണ് കേട്ടോ. അത് കാരണം ഞാനാണെങ്കിൽ തീ മീഡിയത്തിന് താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾ തീ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അലൂമിനിയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തീ കുറച്ച് വെക്കണം. ഇരുമ്പിൻ്റെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കുന്നത്. ഉള്ളിയൊക്കെ ദാണ്ട് നന്നായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു പഴുത്ത വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. തക്കാളി അങ്ങ് ഉടഞ്ഞ് പോകുന്ന പരുവം വരെ ഒന്നും നമുക്ക് വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി കിട്ടണം, അത്രേ വേണ്ടു കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിന് നല്ല ചൂടായത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരുവേ. അപ്പോൾ എന്താ നമ്മുടെ തക്കാളി എല്ലാം എന്താണ്ട് ഇവിടെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം അതിൻ്റെ കൂടെ നന്നായിട്ട് വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ കളറ് മാറുന്നതും വരെ വഴട്ടണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മുടെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വറ്റൽമുളകാണേ. വറ്റൽമുളക് തന്നെ ചേർത്ത് കൊടുക്കണം, മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് ആദ്യമേ തന്നെ നമ്മൾ ഇട്ട് വഴട്ടാഞ്ഞതേ, നമ്മൾ ആദ്യം വറ്റൽമുളക് വറുത്തിട്ട് പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് കരിഞ്ഞു പോകും കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഏറ്റവും അവസാനം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്താണ്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്നിടം വരെ ഒന്നും മൂപ്പിച്ചെടുക്കണ്ട. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരത്തില്ലേ, ആ സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റ് വ്യത്യാസം വരുവേ. അത് കാരണമാണ് നന്നായിട്ട് ദാണ്ട് ഇപ്പം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചൂടാറുമ്പം അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ദാണ്ടേ ഇപ്പം നന്നായിട്ടങ്ങ് ചൂടറിയിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ദാണ്ട് ഒരു 5-6 കഷ്ണം തേങ്ങാക്കൊത്താണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരണ്ടിയ തേങ്ങ വേണമെങ്കിലും എടുക്കാമേ. വളരെ കുറഞ്ഞ അളവിൽ മതി തേങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അരച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ കടുക് കാച്ചി ഒഴിക്കുന്നത്. അതിനകത്തോട്ട് തീ കൊളുത്തി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പം ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കടുക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണേ. ഉള്ളിയൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതേ
വളരെ കുറഞ്ഞ അളവിൽ ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് പക്ഷേ സ്കിപ്പ് ചെയ്യരുതേ. ഇത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക വേണം കേട്ടോ. അത് നമ്മൾ ഒഴിവാക്കരുത്. വറ്റൽമുളക് ഇട്ട് കൊടുക്കരുത്. ഈ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു പിഞ്ച് കായപ്പൊടിയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടിയും കായപ്പൊടിയും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ കേട്ടോ. ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി വരണേ, നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരണം. അതേ കണക്ക് തന്നെ മുളക് പൊടിയും കായപ്പൊടിയും ഒന്നും കരിഞ്ഞു പോവുകയും ചെയ്യരുതേ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് ഇപ്പോൾ ഈ കായപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ചമ്മന്തി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഒരുപാടങ്ങ് നമ്മളെന്താ വെള്ളം ഒഴിച്ചല്ല ഈ ചമ്മന്തി എടുക്കുന്നത്. നല്ല കട്ടിക്കുള്ള ഒരു ചമ്മന്തിയാണ്. നമുക്കുള്ള ജാറിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതാണെങ്കിൽ ചൂടായി തിളക്കിയൊന്നും വരുന്നിടം വരെ ഒന്നും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ ഈ വറവുണ്ടല്ലോ അതെല്ലായിടത്തും ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലാതെ ഇനി ഇത് വീണ്ടും തിളയ്ക്കേണ്ട കാര്യമില്ല. ഇതുവരെയും നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. തിളച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ തന്നെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വേവിച്ചെടുത്തതാണ്, വാട്ടിയെടുത്തതാണ്. തേങ്ങ മാത്രമേ ഉള്ളൂ വാട്ടാത്തത്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കണ്ട. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇത് നമുക്ക് ഏത് പാത്രത്തിനകത്തോട്ടാണോ മാറ്റേണ്ടത് അതിനകത്തോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഇഡലി കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇഡലിയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അറിയണ്ടേ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇഡലിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനായ ഒരു ചമ്മന്തിയാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി എല്ലാം ഞാൻ ദാണ്ട പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേ കണക്ക് തന്നെ ബെൽ ബട്ടൺ എനേബിളാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോരുത് കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകണ്ട. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായ ചട്നിയാണ് ഇത്. എന്നാലും ഒരു ഇഡ്ഡലിയുടെ കൂടെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.